സമയം എത്രയായി? 11 മണി കഴിഞ്ഞു. ക്ലബ് എഫ്എമ്മിന്റെ ഈ സ്റ്റുഡിയോയിൽ ഞാൻ റീനുവാ. ഇത് ലവ് ബൈറ്റ്സിന്റെ സമയമാണ്. നമുക്ക് നല്ലത് വരണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ആളുകളാരാ? നമ്മുടെ അച്ഛനും അമ്മയാ. അവർക്ക് ശരിക്കും ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം തന്നെയാ. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്നയാളെ വിവാഹം ചെയ്യാനായിട്ട്, ഒന്നാവാനായിട്ട് അവരല്ലേ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണ്ടേ? എന്നിട്ടും അവരെന്തിനാ അത് എതിർക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ കാര്യം പറയാട്ടോ. പ്രിയയും ഹരി. അവർ 2 കാസ്റ്റായിരുന്നു. അപ്പോൾ പ്രണയിക്കുമ്പോൾ നമ്മളിതൊന്നും ആലോചിക്കില്ലല്ലോ. അപ്പോൾ വീട്ടിൽ ഈ റിലേഷൻഷിപ്പ് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും വലിയ പ്രശ്നമില്ല. പക്ഷെ അവരൊരു സെൻറ്റൻസ് പറഞ്ഞു, ഞങ്ങൾക്കിത് കുഴപ്പമില്ല, ആളുകളുടെ മുന്നിൽ ഞങ്ങൾ എങ്ങനെ നോക്കുമെന്ന്. ഇത് കേട്ടപ്പോൾ 2 പേരും തിരിച്ചു ചോദിച്ചു, സമൂഹത്തിനെ നോക്കിയിട്ടാണോ നമ്മൾ ജീവിക്കേണ്ടതെന്ന്. ചോദിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. എന്നാൽ പലപ്പോഴും ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ പലരും ഫേസ് ചെയ്തിട്ടില്ലേ? നമ്മൾ അറിയാതെ ചോദിച്ചു പോവില്ലേ, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്രണയിക്കേണ്ടതെന്ന്? ലവ് ബൈറ്റ്സിൽ റീന ഒരു കാര്യം പറയട്ടെ. പ്രണയത്തിൽ നമ്മുടെ ശരികളാണ് നമ്മുടെ ശരി, നമ്മുടെ തെറ്റുകൾ നമ്മുടെ തെറ്റുകളും. നമുക്ക് എന്ത് സന്തോഷം തരുന്നോ അങ്ങനെ വേണം ജീവിക്കാൻ. കാരണം നാളെ ഈ പറയുന്ന ഒരു സമൂഹമല്ല നമുക്ക് കൂട്ടിനുള്ള, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ആളല്ലേ. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? പ്രണയത്തിലായി കഴിയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ബന്ധത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവല്ലേന്ന്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീണു പറയുന്നു, പറയാനായിട്ട് ഭയങ്കര സുഖ, ആഗ്രഹിക്കുകയും ചെയ്യാം. എന്നാൽ പ്രശ്നങ്ങളില്ലാത്ത ഏത് ബന്ധമല്ലേ? എത്രയൊക്കെ വിചാരിച്ചാലും ഏതെങ്കിലുമൊക്കെ ഒരു വില്ലൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ ഇത്തരം വില്ലന്മാരെ കൊണ്ടുള്ള ഗുണങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനൊരു വില്ലൻ വരുമ്പോഴാണ് ആദ്യമായിട്ട് നമുക്ക് തോന്നുന്നത് ഈ ആളെ നഷ്ടപ്പെട്ടേക്കാന്ന്. നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോഴാണ് മനസ്സിലാവുന്നേ, എൻ്റെ ഈശ്വര, ഇയാളെ പോയാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന്. സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു വില്ലൻ വരുമ്പോഴാണ് നായകന് ഭയങ്കര പവർ തോന്നുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ പ്രണയത്തിലും ഒരു വില്ലൻ വരുമ്പോഴാണ് നമ്മുടെ ആ പ്രണയം കുറെ കൂടെ സ്ട്രോങ് ആവുന്നത്. ഒരു വശം കൂടെ ഉണ്ട് കേട്ടോ. ഒരു വില്ലൻ കാരണം തകരാനുള്ള പ്രണയമാണ് നമ്മുടെ എങ്കിൽ ആ പ്രണയം വീക്കായിരുന്നു, അതിനൊട്ടും ശക്തിയില്ലായിരുന്നു. അത്ര ഒരു പ്രണയത്തിൽ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് തന്നിട്ടുണ്ടല്ലേ. എന്തായാലും ഈ രാത്രി ഞാൻ റീണു പോവാ. നാളെ രാത്രി മറ്റൊരു ലവ് ബൈറ്റ്സുമായിട്ട് തിരിച്ചു വരും. ടിൽ ദെൻ ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് റീനുവിനെ ഒരു കൂട്ടുകാരി വിളിച്ചു. അവക്കൊരു കഥ പറയാനുണ്ട്. ഈ പ്രണയം തുടങ്ങിയിട്ട് എത്ര കാലമായി? Just 9 months. അതിൽ കുഴപ്പമുണ്ട്. എന്തു പറ്റി? He's younger to me. He's just 25. ഇയാൾക്ക് എത്ര വയസ്സാ? 35. അപ്പൊ അവൻ പറയുന്നത് he can't do anything. He just finished his engineering. പുറത്തേക്ക് പോവാണ്, ബ്രേക്കപ്പ് ചെയ്യാന്നാണ് പറയുന്നത്. ഓ, ഏജ് കൊണ്ടാ ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞേ? വീട്ടിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവനെ ഞാൻ ഫോഴ്സൊന്നും ചെയ്തില്ല. ആലോചിച്ചപ്പം കറക്റ്റ് തന്നെയാണ്. ഒരിക്കലും നമ്മുടെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ബന്ധമാണ്. സൊസൈറ്റി എതിർക്കില്ലായിരുന്നെങ്കിൽ ഒന്നാവുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതായത് എന്നോട് ഇഷ്ടക്കേടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ അവൻ തന്നെ പറഞ്ഞു വീട്ടുകാരെ എതിർക്കും, 2 പേരും വീട്ടുകാരെ എതിർക്കും, ബന്ധുക്കളെ എതിർക്കും, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. പിന്നെ അവൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ഇപ്പൊ ഒരു ജോലി പോലും ഇല്ല, ഞാൻ എന്ത് ധൈര്യത്തിലാ നിന്നെ വിളിച്ചോണ്ട് വരിക. പിന്നെ പോയാൽ തന്നെ ഞാൻ പോസ് ചെയ്യാത്ത വേറൊരു കാര്യമുണ്ട്, അവൻ അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ മോനാണ്. അപ്പൊ അവര് വളർത്തി കൊണ്ടുവന്നത് എന്തെങ്കിലുമൊക്കെ വിചാരിച്ചായിരിക്കുമല്ലോ. മനസ്സിലാവുന്നുണ്ട് എനിക്ക്. നമ്മൾ പലപ്പോഴും ആലോചിക്കാത്തൊരു റിലേഷൻഷിപ്പിലോട്ട് എടുത്ത് ചാടുമ്പോഴാട്ടോ ഒത്തിരി ഇങ്ങനെ വരുന്നേ. ഇതിന്റെ ഫ്യൂച്ചർ ഞങ്ങൾ 2 പേരും ആലോചിച്ചില്ല. അതാണ് ഏറ്റവും, ഞങ്ങൾ ശരിക്കും നെറ്റ്ലൊക്കെ വഴി പരിചയപ്പെട്ടതാ. ശരിക്കും പറഞ്ഞ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ മെയിലായിട്ടും ചാറ്റ് ചെയ്തും സംസാരിച്ചും വേറെ വഴിയൊന്നും ഇല്ലല്ലോ. കേട്ടല്ലോ, ഈ കഥയിലെ വില്ലനായിട്ട് വന്നത് സമൂഹവും വീട്ടുകാരും ഒരുമിച്ച. കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നാം
ഇങ്ങനെയൊക്കെ സംഭവിക്കാവോ എന്ന്. ലവ് അൺപ്രഡിക്റ്റബിളാ. ആർക്കും ആരോടും തോന്നാം. എൻ്റെ ഈ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള ഈ ഒരു പ്രണയത്തിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക. ഇതോർത്ത് വിഷമിച്ചിരിക്കരുത്. പ്രണയത്തിലായി കഴിയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ബന്ധത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലേന്ന്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീണു പറയുന്നു. പറയാനായിട്ട് ഭയങ്കര സുഖം, ആഗ്രഹിക്കുകയും ചെയ്യാം. എന്നാൽ പ്രശ്നങ്ങളില്ലാത്ത ഏത് ബന്ധമല്ലേ? എത്രയൊക്കെ വിചാരിച്ചാലും ഏതെങ്കിലുമൊക്കെ ഒരു വില്ലൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ ഇത്തരം വില്ലന്മാരെ കൊണ്ടുള്ള ഗുണങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനൊരു വില്ലൻ വരുമ്പോഴാണ് ആദ്യമായിട്ട് നമുക്ക് തോന്നുന്നത് ഈ ആളെ നഷ്ടപ്പെട്ടേക്കാന്ന്. നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോഴാണ് മനസ്സിലാവുന്നേ എൻ്റെ ഈശ്വര, ഇയാൾ പോയാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന്. സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു വില്ലൻ വരുമ്പോഴാണ് നായകന് ഭയങ്കര പവർ തോന്നുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ പ്രണയത്തിലും ഒരു വില്ലൻ വരുമ്പോഴാണ് നമ്മുടെ ആ പ്രണയം കുറെ കൂടെ സ്ട്രോങ് ആവുന്നത്. ഒരു വശം കൂടെ ഉണ്ട് കേട്ടോ. ഒരു വില്ലൻ കാരണം തകരാനുള്ള പ്രണയമാണ് നമ്മുടെ എങ്കിൽ ആ പ്രണയം വീക്കായിരുന്നു, അതിനൊട്ടും ശക്തിയില്ലായിരുന്നു. അത്ര ഒരു പ്രണയത്തിൽ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളൊന്ന് തന്നിട്ടുണ്ടല്ലേ. എന്തായാലും ഈ രാത്രി ഞാൻ റീണു പോവാ. നാളെ രാത്രി മറ്റൊരു ലവ് ബൈറ്റ്സുമായിട്ട് തിരിച്ചു വരും. ടിൽ ദെൻ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.